തോൽക്കില്ല എന്ന് ആദ്യം തീരുമാനിച്ചത് താനാ. അന്ന് ഞാൻ തളർന്നു നിന്നതാ. പക്ഷേ ഇപ്പൊ ചെറിയൊരു തളർച്ച എൻ്റെ കൊച്ചിന് ബാധിച്ചിട്ടുണ്ട്. അതിന് കെട്ടിയവന് ഒറ്റ മറുപടി ഉള്ളൂ, ദാ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്നു. നമുക്ക് കൂട്ടാവാം, കൂട്ടാവാം. മീനാക്ഷി മോള് ഒരമ്മയുടെ സാന്നിധ്യം അറിയാത്ത കുഞ്ഞാണ്. അവളുടെ വേദനകൾ അമ്മയെ ചൊല്ലിയാണ്. എത്രയോ നാളുകളിലെ രാത്രികളിൽ ഉറക്കം വരാതെ കരച്ചിൽ നിർത്താതെ ആ കുഞ്ഞിവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ പറയാറുള്ള വാക്ക് അമ്മയ്ക്ക് പകരമാകാൻ മറ്റൊന്നിനെ കൊണ്ടും പറ്റില്ലല്ലോ എന്നാണ്. അതാണ് സത്യം. ഒരുപക്ഷേ ഏഞ്ചലിൽ ആ കുട്ടിക്കൊരമ്മയെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതായിക്കോട്ടെ. അവര് പരസ്പരം സ്നേഹം കൈമാറുന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ തടസ്സമായി നിൽക്കുന്നേ? പക്ഷേ ഇത് അപകടമല്ലേ ശങ്കർജി? ഇപ്പോഴത്തെ അവരുടെ പൊസിഷൻ അപകടമില്ലാത്തതാണ്. നമുക്കിതൊക്കെ മറികടക്കണം. അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഹലോ, ഇതെന്താ ഇരുട്ടിലേക്ക് നോക്കിയേക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടല്ലേ. ആ ടീച്ചറുടെ സദ്യ ക്യാൻസലായി പോയ സ്ഥലത്തൊന്നും ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. ടീച്ചർ ഒരു സംഭവം അല്ലേ. അവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് ഇത് എത്രയായി? ഇവിടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാല് അങ്ങ് വിട്ടേക്കണം. വെറുതെ അത് മനസ്സിലിട്ട് ടെൻഷൻ അടിക്കരുത്. പണി പാളിപ്പോയല്ലോ മോനെ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? വരുൺ ബിസിനസ്സിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അതിനെന്തൊക്കെയാ സഹായങ്ങളാ വേണ്ടത്, അതൊക്കെ ഞാൻ ചെയ്തോളാം, കഷ്ടപ്പെട്ടോളാം എന്നൊക്കെയല്ലേ. കഷ്ടപ്പെടാനുള്ള മനസ്സൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ കഷ്ടപ്പാട് ആർക്കും വേണ്ട. എടോ, ഇത്രയുള്ള താൻ. ഞാൻ കരുതിയത് കുറച്ചുകൂടെ ഒക്കെ ഒരു മനക്കെട്ടി ഉണ്ടാവുന്ന. മനക്കെട്ടി കാണിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ ഒന്നോ രണ്ടോ അടികളല്ല, ഇടി വെട്ടുന്ന പോലെ ഇങ്ങ് വന്നോണ്ടിരിക്കുക. എടോ, സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. അവിടുത്തെ ആ പണിക്കാരെയും കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിപ്പോ വളരെ പർപ്പസ് ആയിട്ട് ആരോ പുറകെ കൂടിയിരിക്കുക. അതിനി പ്രത്യേകിച്ച് ആളെ അന്വേഷിച്ച് നടക്കണോ? ആളാരാണെന്ന് അറിഞ്ഞൂടെ? ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമുള്ളത്, ഇങ്ങോട്ട് തല്ലുന്നത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ നമ്മൾ തിരിച്ചു തല്ലുന്നതും സോഷ്യൽ മീഡിയ വഴിയായിരിക്കണം. നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ആറ്റുവാശ്ശേരി സദ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെങ്കിൽ കാണിക്കണം. നമ്മുടെ പാചക ക്രമീകരണങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കണമെങ്കിൽ ലൈവ് ഓടണം. വിശക്കുന്ന മനുഷ്യർക്ക് കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചതാണ് തെറ്റ്. എന്തൊരു കാലല്ലേ. നമുക്ക് എന്തായാലും അത് മാറ്റിമറിക്കാൻ പറ്റില്ല. പകരം നമ്മുടെ രീതികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കും പിടിച്ചേക്കണ്ട മോളെ. സത്യം പറ, വരുൺ ഇപ്പോഴും ആറ്റുശ്ശേരി സദ്യ തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ടോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എല്ലാവരും പറയാറില്ലേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അമ്മയെ ഇഷ്ടമല്ല, അമ്മയെ റെസ്പെക്ട് ചെയ്യാറില്ല എന്നൊക്കെ. പക്ഷേ അതിൽ ഏത് കുട്ടിയോടും ഭൂമിയിലെ ഏറ്റവും നല്ല വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അതമ്മേന്ന് തന്നെ. അതെ, അമ്മ.
അമ്മ പാചകം ചെയ്യുന്ന അടുക്കള, ആ അടുക്കളയിൽ വേവുന്ന ഭക്ഷണം. അതിനടുത്തുനിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. ഈ ലോകത്തെ മുഴുവൻ വിഭവങ്ങൾ കൊണ്ട് നിരത്തിയാലും അവരുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അവരുടെ അമ്മയുടെ അടുക്കളയിൽ വേവുന്ന ചോറ് തന്നെയായിരിക്കും. ആറ്റുവാശ്ശേരി സദ്യ അതാണ്. ഇനി നമ്മളത് തെളിയിക്കാൻ പോവാ. നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമല്ല, പരസ്യത്തിലും. അതെ, തോൽക്കില്ലാന്ന് ആദ്യം തീരുമാനിച്ചത് താനാ. അന്ന് ഞാൻ തളർന്നു നിന്നതാ. പക്ഷേ ഇപ്പൊ ചെറിയൊരു തളർച്ച എന്റെ കൊച്ചിനെ ബാധിച്ചിട്ടുണ്ട്. അതിന് കെട്ടിയവന് ഒറ്റ മറുപടി ഉള്ളൂ. ദാ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്നു. പോരെ? എന്താ ഡോക്ടർ? ഇപ്പൊ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോ വേണമെങ്കിലും അവസ്ഥ മോശമാവാം. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ടായ ഇൻസിഡന്റ് പോലെയൊന്ന് ഇനി ഒരിക്കലും സംഭവിക്കരുത്. പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല, പിന്നെ എന്ത് ചെയ്യും? പുറത്തിറക്കാതിരിക്കുക, അടച്ചിടുക എന്നൊക്കെ പറയുന്നത് അല്പം കടുങ്കൈയാണ്. അതല്ലാതെ എന്തെങ്കിലും മാർഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശങ്കർജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. അസുഖത്തിന്റെ കാര്യം സംസാരിക്കുന്ന പ്രായമല്ല കുഞ്ഞിന്. മാത്രമല്ല, കുഞ്ഞിന്റെ അസുഖത്തിനെക്കുറിച്ച് മറ്റുള്ളവരറിഞ്ഞാൽ അതിന്റെ രീതിയിലുള്ള സംസാരങ്ങളും വിവേചനങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ആരും അറിയണ്ടെന്നും കുഞ്ഞ് അവളുടേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് ഫൈൻ ശങ്കർജി. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലുള്ള ഗുണം കുട്ടിയുടെ ആരോഗ്യത്തിലും കാണുന്നുണ്ട്. പക്ഷേ കുഞ്ഞെങ്ങോട്ട് നീങ്ങിയാലും നമ്മൾ പുറകെ തന്നെ ഉണ്ടാവണം. ഫാർമസിയിലേക്ക് ആളെ അയച്ചാൽ മതി. മരുന്ന് ഞാൻ കൊടുത്തുവിടാം. എനിക്ക് ഇറങ്ങാലോ? ആയിക്കോട്ടെ. ഡോക്ടറെ, മോക്കെന്താ? ആര് ഡോക്ടറോടൊക്കെ വരാൻ പറഞ്ഞേ? ഇതാരാ?